ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മേൽ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് വൻ ശക്തിയായ അമേരിക്ക അണിയറയിൽ പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം വാങ്ങുന്ന ഇന്ത്യയെ സാമ്പത്തികമായി പൂട്ടാൻ ട്രംപ് ഭരണകൂടം വലിയ തന്ത്രങ്ങളാണ് ഒരുക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യക്ക് വലിയൊരു പണി തരാൻ തന്നെയാണ് വാഷിംഗ്ടണിൽ ഇപ്പോൾ പദ്ധതികൾ തയ്യാറാകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം വീണ്ടും രൂക്ഷമായതോടെ ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇതിനിടയിലാണ് റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങളെ കർശനമായി ശിക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ ഉപരോധ ബില്ലുമായി അമേരിക്കൻ സെനറ്റർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടവുമായി ധാരണയിലെത്തിയ 4 പ്രമുഖ US സെനറ്റർമാർ ഈ നിയമനിർമ്മാണവുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സെനറ്റർമാർ പരസ്യമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സാങ്ഷനിങ് റഷ്യ ആക്ട് ഓഫ് 2025 എന്ന പേരിൽ കൊണ്ടുവരുന്ന ഈ നിയമത്തിന്റെ ആദ്യ പതിപ്പിൽ റഷ്യൻ ഊർജം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% എന്ന ഭീമമായ താരിഫ് ചുമത്താനാണ് നിർദ്ദേശിച്ചിരുന്നത്. എല്ലൊടിക്കുന്ന പിഴ എന്നാണ് അമേരിക്കൻ സെനറ്റർമാർ തന്നെ ഈ കടുത്ത നടപടിയെ വിശേഷിപ്പിച്ചത്. നിലവിൽ ഈ താരിഫ് നിരക്കുകളിൽ നേരിയ ഇളവ് വരുത്തി ബിൽ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ രൂപരേഖ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ US ട്രഷറി അനുവദിച്ച താൽക്കാലിക ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ അമേരിക്കൻ ഉപരോധങ്ങളിൽ പെടാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ഈ ലൈസൻസിന്റെ കാലാവധി ജൂൺ 17 അവസാനിച്ചിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ തുടർന്നതോടെയാണ് ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദം ഇരട്ടിയായത്. തങ്ങളുടെ യുദ്ധ ഫണ്ടിനെ സഹായിക്കുന്നു എന്നാരോപിച്ചാണ് റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ വികസ്വര രാജ്യമായ ഇന്ത്യക്ക് തങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി കുറഞ്ഞ ചെലവിൽ ഇന്ധനം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാടിലാണ് ന്യൂഡൽഹി. 500% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചാൽ അമേരിക്കയിലോട്ട് സാധനം കയറ്റി അയക്കുന്നില്ല എന്ന് തീരുമാനിക്കും ഇന്ത്യ. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും. അത്ര തന്നെ. അതുകൊണ്ട് നഷ്ടം ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും സാരമായ നഷ്ടമുണ്ട്. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നഷ്ടം. നയതന്ത്ര തലത്തിൽ വലിയ വെല്ലുവിളികൾ ഉയരുമ്പോഴും വിദേശ ശക്തികളുടെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം പരമാധികാരം പണയം വയ്ക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് പുറത്തുവരുന്ന അന്തിമ ഉപരോധ ബില്ലിന്റെ സ്വഭാവം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെയും ആഗോള നയതന്ത്രത്തെയും ഒരുപോലെ നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.